ഗുഡ് മോർണിംഗ് ഗായ്സ്. നാട്ടിലൊരു 3 മണിയായി. നമുക്ക് ഇവിടെ ഒരു 11:38 ഇതൊക്കെ നമ്മളെ വർക്ക്ഷോപ്പാണ്. വർക്ക്ഷോപ്പ് വണ്ടിക്ക് എന്തോ കംപ്ലൈൻ്റ് ആയിട്ട് ചെക്ക് ചെയ്യാൻ വന്നതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ സിം എടുക്കാൻ പോയിട്ട് ക്ലോസ് ആയിരുന്നു. സാറ്റർഡേ ആൻഡ് സൺഡേ നമുക്ക് എന്താണ് എല്ലാം ക്ലോസ്ഡ് ആണ്. അപ്പോൾ നമ്മളിന്ന് സിമ്മ് പോർട്ട് ചെയ്യാൻ പോവാണ് ഗൈസ്. അപ്പം ആദ്യം നമുക്ക് പോകണമെങ്കിൽ നമുക്ക് കമ്പനിയിൽ നിന്ന് കാർ എടുക്കണം. കാർ എടുക്കാൻ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ പറഞ്ഞു നമുക്ക് കാർ എടുക്കണമെങ്കിൽ ആദ്യം നമ്മൾ 20 യൂറോ ആദ്യം കൊടുക്കണം. ശരിക്കും 8 യൂറോ നമ്മൾ ഒരു പ്രാവശ്യം കാർ എടുത്താൽ ചാർജ് ചെയ്യുന്ന പൈസ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 20 യൂറോ കൊടുത്ത് എന്ത് ചെയ്യണം? 12 യൂറോ ബാലൻസ് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് റിട്ടേൺ കൊടുക്കുമ്പോൾ നമുക്ക് തിരിച്ചു വരും. അതായത് നമ്മൾ നാട്ടിലൊക്കെ ഒരു കാർ റെൻ്റ് എടുക്കുന്ന പോലെ തന്നെ അഡ്വാൻസ് നിങ്ങളോട് 3 ടൈംസ് അഡ്വാൻസ് മേടിച്ച് വെക്കുന്ന പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? 20 യൂറോ അടച്ച് നമുക്ക് വണ്ടി എടുക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ 12 യൂറോ തിരിച്ചു തരും. ഓക്കെ, ഏതെങ്കിലും വണ്ടിയിലും തരും കേട്ടോ. വാഷ്റൂം അത് നമ്മളെ കമ്പനി പെട്രോൾ പമ്പ് കേട്ടോ. കമ്പനി പെട്രോൾ പമ്പ് ഇതൊക്കെ ഓരോരുത്തരുടെ കമ്പനിയിൽ ഓടുന്ന ആൾക്കാരുടെ കാറുകളായിരിക്കും. അവരിവിടെ കാർ പാർക്ക് ചെയ്തിടും. 2 ആഴ്ച ഇവിടെ വെയിലും മഴയും കൊള്ളും. നമ്മളെ നാട്ടിലെ പോലെ നമ്മളെ കുട്ടീനെ പോലെയും കാർ നിൽക്കുക. പക്ഷേ ഇവിടെ ഉള്ളവർ ഇത് വെയിലും മഴയും കൊള്ളിച്ചതാണ്. ഈ പാർക്കിംഗ് അധികവും ഫുള്ളാവാറുണ്ട്. ഈ കിടക്കുന്ന കാറുകളൊക്കെ നമ്മുടെ ഡ്രൈവേഴ്സിൻ്റെ കാറുകളാണ്. അവരിവിടെ പാർക്ക് ചെയ്തിട്ട് പോവും. ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞെടുക്കും, ചിലപ്പോൾ 10 ദിവസം കൊണ്ട്, ചിലപ്പോൾ ഒരാഴ്ച അങ്ങനെ ഇവിടെ കിടക്കും വെയിലും മഴയും എല്ലാം കൊണ്ട്. അവരെപ്പോഴാണോ വണ്ടിയായി തിരിച്ചു വരുന്നത് അപ്പം മാത്രമേ എന്തുള്ളൂ ഹായ് അപ്പോൾ മാത്രമേ എന്തുള്ളൂ അവരത് തിരിച്ചെടുക്കുള്ളൂ. വണ്ടി അവൈലബിൾ ആണോ? നമുക്കൊരു 5-8 വണ്ടി ഉണ്ട്. രാവിലെ ഏട്ടൻ കയറിയിട്ടുണ്ട് കേട്ടോ. നോക്കാം. പിന്നെ ഓക്കെ, അവരെടുത്ത് വരട്ടെ. അത്രയ്ക്ക് ഇതാണ് നമ്മൾ ഓഫീസ്. നമ്മൾ ഓഫീസും കാര്യങ്ങളും ഒന്നും ഇവിടെ. അത് വർക്ക്ഷോപ്പ് റിലേറ്റഡ് ആണ്. അവിടെ ആ സൈഡ് എന്ന് പറയുന്നത്, ഈ ബിൽഡിംഗ് എന്ന് പറയുന്നത് വർക്ക്ഷോപ്പാണ്. ഈ ട്രക്കുകളിൽ മിക്കതും റിപ്പയറിന് വന്നേക്കുന്ന കേട്ടോ. നമ്മളെ കംപ്ലയിൻറ്റ്സ് സോൾവ് ചെയ്യാൻ വേണ്ടി വന്നേക്കുന്ന ട്രക്കുകളാണ് മിക്കവാറും ഈ കിടക്കുന്നതൊക്കെ. ഓക്കെ, ഈ ടെറസിലാണ് നമ്മൾ എല്ലാവരും ഇരുന്ന് കഥ പറയുക. വൈകുന്നേരങ്ങളിൽ നമ്മൾ ഉല്ലസിക്കുന്ന സ്ഥലമാണ് ഗൈസ് ഇത്. ഓക്കെ, ബെൻസിൻ്റെ V220D വണ്ടി കിട്ടുന്നുള്ളൂ ഗേസ്. ഈ ടൈപ്പ് ഗ്യാസ് കുറ്റി കേട്ടോ നമ്മൾ ട്രക്കിൽ യൂസ് ചെയ്യാം. ഈ ടൈപ്പ് വാഷ്റൂം വേണേൽ കാണിച്ചു തരാം. ഇതാണ് ഒരു വാഷ്റൂം സെറ്റപ്പ്. ഒരു ബാത്റൂം ഉണ്ട്, 2 വാഷ് ബേസിൻ. ഓക്കെ, ഇത് എനിക്ക് തോന്നുന്നു നമ്മൾ ആഡ് ബ്ലൂ കേട്ടോ ഈ കിടക്കുന്നത്. നമുക്ക് വണ്ടിയിലേക്ക് ഫില്ല് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ആഡ് ബ്ലൂ ആണെന്ന് തോന്നുന്നത്. ബെൻസ് ഓക്കെ. സിമ്മ് പോർട്ട് ചെയ്യണേ ഞാൻ പറഞ്ഞത് എന്തൊക്കെ നമുക്ക് വേണ്ടതെന്ന് അറിയോ? നമ്മളെ പാസ്പോർട്ട്, TRC, ടാക്സ് നമ്പർ വേണം. നമുക്ക് അന്നേരം തന്നെ കമ്പനി നമുക്ക് ടാക്സ് നമ്പർ പ്രൊവൈഡ് ചെയ്യും. അതേപോലെ നമ്മൾ എഗ്രിമെൻറ്റ് നമ്മൾ ഇന്നാണ് മേടിച്ചത്. നമ്മൾ 8-ാം തീയതി വന്നു. പക്ഷെ നമുക്ക് 16-ാം തീയതി മുതലാണ് നമ്മൾ കമ്പനിയിലെ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തേക്കുന്നത്. 16 മുതൽ. മിക്കവാറും അടുത്ത മാസം നമുക്ക് സാലറി കിട്ടാതിരിക്കാം. എന്താ ബ്രോ മേടിക്കാം? ഓക്കെ, ലുക്കായി കിട്ടോ? ഒന്ന് ലുക്കാക്കി. 4 കേട്ടോ. ഒന്ന് തമിഴ് സെൽവൻ, രാഹുൽ ഏട്ടൻ, ബിബിൻ ചേട്ടൻ and Achinjit. Bro, can you take me some photos in this look? Keep this, bro. And keep this, bro. Don't stop it. We'll keep that. Our Achinjit is giving pose for some photos. Yeah. So he is making some photo shoots. I think it's for his
This photo is going to be uploaded in matrimony. These are for his matrimony. അടക്കെ ചുണ്ടൊട്ടിക്കട്ടെ ഞാൻ ക്ലിപ്പ് ഇട്ടുണ്ട് ചെറിയ പ്രശ്നമുണ്ട് ബിബിൻ ചേട്ടാ രാവിലെ ക്ലിപ്പ് ഇട്ടുണ്ട് ചുണ്ടൊന്ന് വെച്ച് ചെടിക്കിടന്ന് അടുത്ത് ആ താങ്ക് യു ഷോമി ക്യാൻ യു വാവ് ക്യാൻ യു സെൻഡ് അത് ഞാൻ ചുണ്ടൊട്ടിച്ച് അയ്യോ ഇതൊന്നും എച്ച് ഡി ആയിട്ട് അയക്കി എന്ത് ചെയ്യണം എന്തിനാ ആ അല്ല കുറച്ച് നേരം എടുക്കാം അടിപൊളി ഫോട്ടോ കേട്ടോ ഞാൻ ഒന്ന് ട്രക്കിന് വല്ലതും എൻ്റെ മുന്നിൽ